ഹായ്, ഐ ആം രാജേഷ് മോഹൻ, യുവർ ട്രസ്റ്റഡ് പേഴ്സണൽ ട്രെയിനർ. നമ്മുടെ നാട്ടിൽ കാണുന്ന വളരെ വലിയൊരു തെറ്റിദ്ധാരണയാണ്, അല്ലെങ്കിൽ വളരെ ആളുകൾ കാണിക്കുന്ന ഏറ്റവും വലിയ മണ്ടത്തരം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രായമായി കഴിയുമ്പോൾ അവരുടെ പ്രോട്ടീൻ ഇൻടേക്ക് കുറയ്ക്കുക എന്നുള്ളതാണ്. അതായത് ഒരു 10-40 വയസ്സ് കഴിയുമ്പോൾ അല്ലെങ്കിൽ 50 വയസ്സ് കഴിയുമ്പോൾ പ്രായം കൂടുന്നതനുസരിച്ച് പ്രോട്ടീൻ ഇൻടേക്ക് കുറച്ചുകൊണ്ടേയിരിക്കും. എന്നിട്ട് ആ വീട്ടിലെ ടീനേജേഴ്സ് ആയിട്ടുള്ള കുട്ടികൾക്ക് ഒരുപാട് മുട്ടയും ചിക്കനും ഫിഷും ഒക്കെ കൊടുക്കും. പക്ഷേ നമ്മൾ കാണിക്കുന്ന ഏറ്റവും വലിയ മടത്തരമാണ് ഈ പ്രവൃത്തി എന്ന് പറയുന്നത്. ആദ്യം മനസ്സിലാക്കണം, നിങ്ങൾ ഏജ് കൂടുന്നതനുസരിച്ച് നിങ്ങളുടെ പ്രോട്ടീനിൻ്റെ ആവശ്യകതയും കൂടുകയാണ്. കാരണം 30-35 വയസ്സ് കഴിയുമ്പോൾ നമ്മുടെ ശരീരം ഒരു അവസ്ഥയിലേക്ക് കടക്കുകയാണ്. അതിൻ്റെ പേരാണ് സാർക്കോപീനിയ. ഞാൻ മുമ്പും ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് സാർക്കോപീനിയയെ പറ്റി. സാർക്കോപീനിയ ആക്ച്വലി വന്നു കഴിഞ്ഞാൽ നമ്മുടെ മസിൽ ലോസ് ഉണ്ടാകുന്ന അവസ്ഥയാണ് സാർക്കോപീനിയ എന്ന് പറയുന്നത്. ഈ സാർക്കോപീനിയ നമുക്ക് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആ ഗ്രാഫ് ഒന്ന് റെഡ്യൂസ് ചെയ്യാൻ നമുക്ക് രണ്ട് മാർഗ്ഗങ്ങളാണുള്ളത്. ഒരെണ്ണം എന്ന് പറയുന്നത് നമ്മൾ നല്ല രീതിയിൽ വെയിറ്റ് ട്രെയിൻ ചെയ്യുക, രണ്ടാമത്തത് കൃത്യമായി പ്രോട്ടീൻ കഴിക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ പ്രോട്ടീൻ ഇൻടേക്ക് കൂടി കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പെട്ടെന്ന് പ്രായമായി പോകും. അപ്പോൾ നമ്മൾ കഴിക്കേണ്ട ആ സമയത്ത് നമ്മൾ എത്രത്തോളം നിങ്ങൾ പ്രായമാകുന്നോ അത്രത്തോളം നിങ്ങൾ പ്രോട്ടീൻ കഴിക്കാൻ നോക്കുക. നിങ്ങളുടെ ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ച് നിങ്ങൾക്ക് മറ്റെന്തെങ്കിലും ഹെൽത്ത് പ്രോബ്ലം ഉണ്ടെങ്കിൽ നമുക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്തിട്ട് വേണം കഴിക്കേണ്ടത്. ഇല്ല എന്നുണ്ടെങ്കിൽ കൃത്യമായ പ്രോട്ടീൻ കഴിക്കുക. ഇപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് ആ പ്രോട്ടീൻ കഴിക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫുഡെന്നോ ചിക്കനോ ഒന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നില്ല എന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് നിങ്ങൾക്ക് പ്രോട്ടീൻ സപ്ലിമെൻറ്റിലോട്ട് പോകാം, പ്രോട്ടീൻ പൗഡറിലോട്ട് പോകാം. ഇപ്പോഴും പ്രോട്ടീൻ പൗഡർ എന്ന് വെച്ചാൽ ജിം പൗഡർ ആണെന്നും സ്റ്റീറോയിഡ് ആണെന്നും പറഞ്ഞിരിക്കുന്ന ആളുകളുടെ നാട്ടിലാണ് നമ്മൾ നിൽക്കുന്നത്. ദയവേത് മനസ്സിലാക്കുക, അതൊരു ജിം പൗഡറോ അത് അങ്ങനെ ഒന്നുമല്ല. ജിമ്മിൽ പോകുന്ന ആളുകൾ കഴിക്കേണ്ട സാധനവുമല്ല. അത് പാലിൽ നിന്നെടുക്കുന്ന തൈരോ വെണ്ണയോ ഒക്കെ പോലത്തെ ഒരു പാലുൽപ്പന്നം മാത്രമാണ് വേ പ്രോട്ടീൻ. അപ്പോൾ വളരെ ഈസി ആയിട്ട് വളരെ സേഫായിട്ട് നിങ്ങൾക്ക് കൺസ്യൂം ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് വേ പ്രോട്ടീൻ പൗഡറുകൾ. അപ്പോൾ പ്രായമാകുമ്പോൾ ഏജിങ്ങിൽ നമുക്ക് പിടിച്ചു നിർത്താനും മസിൽ ലോസ് തടയാനും നമ്മുടെ ബോൺ സ്ട്രെങ്ത് കൂട്ടാനും ഒക്കെ നമുക്ക് പ്രോട്ടീൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് ആ ഒരു തെറ്റിദ്ധാരണ അങ്ങ് മാറ്റി വെച്ചേക്കുക. അത് നിങ്ങളുടെ യുവത്വം നിലനിർത്താനും നിങ്ങളുടെ ഒരു നല്ല രീതിയിലുള്ള ഒരു മറ്റുള്ളവരെ ആശ്രയിക്കാതെ വളരെ ഹെൽത്തി ആയിട്ട് തുള്ളിച്ചാടി നടക്കാൻ നിങ്ങളെ സഹായിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് പ്രോട്ടീൻ.